ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കും. ഇനിയിപ്പോൾ കറണ്ട് ബില്ല് കൂട്ടിയാലും കറണ്ട് ബില്ല് കുറച്ചാലും ഒക്കെ, അതായത് വൈദ്യുതി KSEB ചാർജ് യൂണിറ്റിന് കൂട്ടിയാലും കുറച്ചാലും ഒക്കെ നമുക്ക് നമ്മുടേതായ ഉപയോഗങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. നമുക്ക് അതിൻ്റേതായ ന്യായങ്ങളുണ്ടാവും, അപ്പോൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ വൈദ്യുതി, അതായത് KSEB പുതിയ ചാർജിൻ്റെ പ്രകാരം ഇറക്കിയ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 35% വരെ നമുക്ക് ലാഭം നേടാൻ പറ്റും കറണ്ട് ബില്ലിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് അതായത് നമ്മുടെ കറണ്ട് ബില്ല് ഉപയോഗിക്കേണ്ട സമയക്രമങ്ങൾ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സമയങ്ങൾ നമ്മൾ കറക്റ്റാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം നേടാൻ പറ്റും. അപ്പോൾ ആ സമയം എങ്ങനെയാണ് നോക്കാം. നമ്മൾ വൈകിട്ട് സാധാരണ കറണ്ട് ബില്ല് കൂടുതൽ ഉപയോഗിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സമയമല്ല, നമ്മൾ ഉപകരണം എന്ന് പറഞ്ഞാൽ മോട്ടർ, അതുപോലുള്ള ഇസ്തിരിപ്പെട്ടി, അതുപോലെ വാഷിംഗ് മെഷീൻ, മിക്സി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലായിട്ടും യൂണിറ്റ് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റിയ സമയം ഏതാണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ അധികം കറണ്ട് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ആ സമയത്ത് നോർമൽ ചാർജിനേക്കാളും 25% കൂടുതലാണ്. അതായത് വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മൾ മോട്ടർ, അതുപോലെ ഇസ്തിരിപ്പെട്ടി, അതുപോലെ വാഷിംഗ് മെഷീന്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കരുത്. ആ സമയത്ത് നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം 25% യൂണിറ്റിന് കൂടുതൽ എമൗണ്ട് അവർ ഈടാക്കുക. ആ സമയത്ത് നമ്മൾ പരമാവധി കറണ്ട് ബിൽ എങ്ങനെ കുറക്കാൻ പറ്റുമെന്ന് നോക്കുക. രാത്രി 10 മണി വരെ കേട്ടോ. ഈ രാത്രി 10 മണി വരെ നമ്മൾ മിനിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് മാത്രം യൂസ് ചെയ്യാം, അധികം ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ രാത്രി 10 മണി മുതൽ വൈകിട്ട് പുലർച്ചെ രാവിലെ 6 മണി വരെ നോർമൽ ചാർജ് ആയിരിക്കും. നോർമൽ ചാർജ് പറഞ്ഞാൽ കറണ്ട് ബില്ലിൻ്റെ എത്ര യൂണിറ്റാണോ അവർ പറയുന്നത് ആ ഒരു കറണ്ട് ബില്ല് നോർമൽ ചാർജ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പറയാൻ പോകുന്നത്, അപ്പോൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നോർമൽ ചാർജ് ആയിരിക്കും ഈടാക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. എന്നാലും അപ്പോഴും നമ്മൾ മോട്ടർ പോലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ സമയം പിന്നെ പറയുന്നത് എപ്പോഴാണോ, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 10% കുറവായിരിക്കും. അതായത് 10% കുറവ് പറഞ്ഞാൽ നോർമൽ ചാർജിനേക്കാൾ 10% കുറവ്. ആ സമയം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അതിനാകുമ്പോൾ നമുക്ക് 10% കുറവ് കിട്ടുന്നത്. 10% കറണ്ട് ബില്ല് കുറവെന്ന് പറഞ്ഞാൽ ഈ മോട്ടർ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് 10% കുറവ് പറഞ്ഞാൽ നല്ല കുറവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെന്നല്ല, ടോട്ടലി നമ്മൾ കറണ്ട് ബില്ലിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ്. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കൂടുതൽ കൂടുതൽ യൂണിറ്റ് എടുക്കുന്ന കൂടുതൽ യൂണിറ്റ് എടുക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ ഏതാണോ അത് ഉപയോഗിക്കുക. വൈകിട്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ അധികം യൂസ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഏതെങ്കിലും ബൾബുകൾ മാത്രം ഇട്ട്, വേണമെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് ഫാനിടാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലതാണ്, ഒരുപാട് കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കറണ്ട് ബില്ല് കൂടുതലാണെന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല അറിവുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.